ഇന്ത്യയുടെ ട്രംപിന് എന്താണ് ഇത്ര കലി? ഇന്ത്യയുടെ പൗരന്മാരെ ട്രംപ് ഡീപ്പോർട്ട് ചെയ്തത് കൈയും കാലും വലിയ ചങ്ങലകൾ കൊണ്ട് കൂച്ചിക്കെട്ടി മിലിറ്ററി ഫ്ലൈറ്റിൽ ആണ്. എന്നാൽ നേപ്പാളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാതെ അതും ചാർട്ടർ ഫ്ലൈറ്റിൽ കയറ്റിവിടുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസമാണ് നേപ്പാളിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഏതാനും യാത്രക്കാരെ ഡീപ്പോർട്ട് ചെയ്തത്. നേപ്പാൾ എന്നത് വളരെ ചെറിയ രാജ്യമാണ്. വെറും 3 കോടിയിൽ താഴെ മാത്രമാണ് നേപ്പാളിന്റെ മൊത്തം ജനസംഖ്യ. അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വെറും $1400 താഴെ മാത്രമാണ്. അതുപോലെ അവരുടെ GDP ഏതാണ്ട് 41 ബില്യണോളം മാത്രമേ ഉള്ളൂ. അത് എത്ര ചെറുതാണ് എന്ന് അറിയണമെങ്കിൽ അദാനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 1/7 മാത്രമാണ് നേപ്പാളിന്റെ മൊത്തം GDP. അത്ര ചെറിയ രാജ്യമായ യാതൊരു സാമ്പത്തികമോ രാഷ്ട്രീയപരമോ ആയ സ്വാധീനമില്ലാത്ത നേപ്പാളിലെ ആളുകളെ കയറ്റി അയച്ചപ്പോൾ അവരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചില്ല. അവരെ മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റിവിട്ട് അപമാനിച്ചില്ല. ട്രംപ് ഇങ്ങനെ കയറ്റി അയച്ചവരുടെ ദൃശ്യങ്ങളാണ് ഇത്. അവരെ കയറ്റി അയച്ച ചാർട്ടർ ഫ്ലൈറ്റും ശ്രദ്ധിച്ചല്ലോ. എന്നാൽ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ലോക ജനസംഖ്യയുടെ 1/5 വസിക്കുന്ന ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ തീവ്രവാദികളെക്കാളും മോശമായി ചങ്ങലകൾ കൊണ്ട് കൂച്ചിക്കെട്ടി മിലിറ്ററി ഫ്ലൈറ്റിൽ ആണ് കയറ്റിവിട്ടത്. അവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകുവാൻ പോലും അവരുടെ ചങ്ങലകൾ അഴിച്ചു മാറ്റിയില്ല. സ്ത്രീകളെയും കുട്ടികളെയും വരെ ചങ്ങലക്കിട്ട് ബന്ധിച്ചാണ് നാട് കടത്തിയത്. സിഖുകാരായ അനധികൃത കുടിയേറ്റക്കാരെ അവർ വളരെ പരിഭാവനമായി കാണുന്ന അവരുടെ തലപ്പാവ് നിർദാക്ഷിണ്യം എടുത്ത് ഗാർബേജിലേക്ക് വലിച്ചെറിഞ്ഞാണ് ട്രംപ് നാട് കടത്തിയത്. എന്നാൽ നേപ്പാളിന്റെ പൗരന്മാരെ ചാർട്ടർ ഫ്ലൈറ്റിൽ കയറ്റി അയക്കുക സാധാരണയായി ചിന്തിക്കാനാവാത്ത ഇട്ടുമൂടാനാവാത്ത പണം ഉള്ളവരാണ് ചാർട്ടർ ഫ്ലൈറ്റുകൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചാർട്ടർ ഫ്ലൈറ്റിൽ ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യങ്ങളിൽ ഒന്നായ നേപ്പാളിന്റെ പൗരന്മാരെ രാജാക്കന്മാരെ പോലെ കയറ്റിവിടുക. അതേസമയം തന്നെ ഇന്ത്യയുടെ പൗരന്മാരെ തെരുവ് പട്ടികളെക്കാൾ മോശമായ രീതിയിൽ നാണം കെടുത്തി കയറ്റിവിടുക. നേപ്പാളിന്റെ പ്രധാനമന്ത്രി വിശ്വഗുരു ആണോ? നേപ്പാളിന്റെ പ്രധാനമന്ത്രി നോൺ ബയോളജിക്കൽ ആണോ? നേപ്പാളിന്റെ പ്രധാനമന്ത്രിയെ ഭഗവാൻ നേരിട്ട് അയച്ചതാണോ? ഇത് മൂന്നുമല്ല. എന്നാൽ ലോകത്ത് ആകെ ഒരു വിശ്വഗുരു ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. സ്വന്തമായി വിശ്വഗുരു പ്രധാനമന്ത്രിയായുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രിയുള്ള ലോകത്തിലെ എന്നല്ല ലോക ചരിത്രത്തിലെ തന്നെ ഏക രാജ്യമാണ് ഇന്ത്യ. ഭഗവാൻ നേരിട്ടയച്ച ഒരു വിശ്വരൂപം പ്രധാനമന്ത്രിയായുള്ള ലോക ചരിത്രത്തിലെ ഏക രാജ്യം. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപോ ഇതിനു ശേഷമോ ഒരിക്കലും ഒരു നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഭഗവാൻ നേരിട്ടയച്ച വിശ്വരൂപം ഇതിനു മുൻപോ ഇനി ഒരിക്കലുമോ ലോകത്തിൽ വേറൊരു രാജ്യത്തും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി വരില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ ഇതുപോലെ അപമാനിച്ച ഡോളണ്ട് വിശ്വഗുരുവും നോൺ ബയോളജിക്കൽ ദൈവവും ആകാശത്തു നിന്ന് അയച്ച വിശ്വരൂപവും ഒന്നും പ്രധാനമന്ത്രിയായി ഇല്ലാത്ത വളരെ ചെറിയ അദാനിയുടെ 1/7 മാത്രം മൊത്തം സാമ്പത്തിക ശേഷിയുള്ള രാജ്യത്തെ ആളുകളെ നാട് കടത്തിയപ്പോൾ രാജാക്കന്മാരെ പോലെ ചാർട്ടർ ഫ്ലൈറ്റിൽ കയറ്റി അയക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും ആവുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അവരെ മിലിറ്ററി ഫ്ലൈറ്റിനെങ്കിലും കയറ്റി അയക്കാമായിരുന്നു. അല്ലെങ്കിൽ വെറും ഒരു പാസഞ്ചർ ഫ്ലൈറ്റിന് കയറ്റി അയച്ചാലും അതിലും ഭേദമായിരുന്നു. വിശ്വഗുരുവിന്റെ രാജ്യത്തെ പൗരന്മാരെ ചങ്ങലക്കിട്ട് ബാത്റൂമിൽ പോലും പോകാൻ അനുവദിക്കാതെ അപമാനിപ്പിച്ച് പീഡിപ്പിച്ച് കയറ്റി വിടുകയും എന്നാൽ ഒന്നുമല്ലാത്ത നേപ്പാളിലെ പൗരന്മാരെ ഇതുപോലെ രാജാക്കന്മാരെ പോലെ കയറ്റി വിടുകയും ചെയ്ത ഡോളണ്ടിനോട് ഇനി ഒരിക്കലും മിണ്ടുകയില്ല എന്ന് നമ്മുടെ വിശ്വഗുരു തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും വാ തുറക്കുമ്പോഴെല്ലാം തേൻ ഒലിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ഉറ്റ സുഹൃത്ത്, എൻ്റെ പൊന്നോമനക്കുട്ടൻ, എൻ്റെ ചക്കരക്കുട്ടൻ എന്നൊക്കെയാണ് വിശ്വഗുരു മോദി ട്രംപിനെ സംബോധന ചെയ്യുന്നത്. സ്വയം വിശ്വഗുരുവും നോൺ ബയോളജിക്കൽ ദൈവവും ആയിരുന്നിട്ട് പോലും നിങ്ങളെ ഹിസ് എക്സലൻസി എന്ന് രാജാക്കന്മാരെ സംബോധന ചെയ്യുന്നത് പോലെ സംബോധന ചെയ്തതല്ലേ? ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റോ നിങ്ങളെ ഇതുവരെ രാജാക്കന്മാരെ സംബോധന ചെയ്യുന്നത് പോലെ ഹിസ് എക്സലൻസി എന്ന് സംബോധന ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിൽ വന്ന് ഇലക്ഷൻ പ്രചാരണം നടത്തിയതല്ലേ ഞങ്ങളുടെ മോദിജി?
ഇന്ത്യയിൽ നിങ്ങളെ കൊണ്ടുവന്ന് രാജാക്കന്മാരെ പോലെ സ്വീകരിച്ച് നമസ്തേ ട്രംപ് പരിപാടി നടത്തിയതല്ലേ? നേപ്പാളിന്റെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തിയിട്ടുണ്ടോ? നിങ്ങളെ കാണുമ്പോഴെല്ലാം കാന്തം പോലെ കയറി കെട്ടിപ്പിടിക്കുന്നതല്ലേ? മാക്ക പ്ലസ് മീക്ക ഈസ് ഈക്വൽ ടു മേക്ക എന്ന് ഞങ്ങളുടെ ജി അല്ലാതെ വേറെ ആരെങ്കിലും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഡോളണ്ട് അങ്കിളെ? വേറെ ഏതെങ്കിലും രാജ്യത്തെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പൂജകളും അർച്ചനകളും കഴിച്ചിട്ടുണ്ടോ? നേപ്പാളുകാർ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി അമേരിക്കക്കാരെക്കാൾ കൂടുതൽ പ്രാർത്ഥനയും ഉപവാസവും നടത്തിയത് ലോകത്തിൽ ഞങ്ങൾ ഇന്ത്യക്കാരല്ലാതെ വേറെ ആരാണ്? എന്നിട്ട് ഞങ്ങളോട് ഈ കൊടുംചതി ചെയ്യുകയും എന്നാൽ നേപ്പാളികളെ രാജാക്കന്മാരെ പോലെ കയറ്റിവിടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല. എനിക്ക് ട്രംപിനോട് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങളെ എല്ലാം മറന്ന് ഇതുപോലെ സ്നേഹിക്കുന്ന മോദിയോട് ഇത്ര വലിയ അപമര്യാദയും അവഗണനയും കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അതുപോലെ നേപ്പാളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ രാജാക്കന്മാരെ പോലെ രാഷ്ട്രതലവന്മാരെ പോലെ ചാർട്ടർ ഫ്ലൈറ്റിൽ കയറ്റി അയച്ചത് അവർക്ക് വിശ്വഗുരുവിനേക്കാൾ വലുതായി എന്തുണ്ട് എന്ന് കണ്ടിട്ടാണ്.